എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലെ ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നില്ലേ? പിന്നെ എല്ലാരും ആഘോഷമായിരുന്നു, ഫുൾ ആഘോഷമായിരുന്നു. കൊടുക്കേണ്ട രീതിയിലൊക്കെ ഇങ്ങനെ കൊടുക്കുന്ന കാണുമ്പോൾ എല്ലാവർക്കും ഒരു എന്റർടൈൻമെന്റാ. വേറെ കാര്യമുണ്ട്, ആള് ഒരു നല്ല രീതിയിൽ നന്നായി വന്നതായിരുന്നു. വീണ്ടും ആ പഴയ കോക്കിനെ പുറത്തു കൊണ്ടുവന്ന് സത്യം, അതായത് ഉറങ്ങി കിടക്കുന്ന കോക്കിനെ ഉണർത്തി. ഇത് ശരിക്കും കോക്ക് കുറേ നാളുകളായിട്ട് കോക്കിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു രീതിയിലുള്ള ഒരു പ്രതികരണം ഒന്നും ആരും കണ്ടിട്ടില്ല. ഇത് ഇന്നലെ ശരിക്കും ചോദിച്ചു മേടിച്ചതാ, വീണ്ടും ഉണർത്തി. അതിന്റെ പ്രത്യാഘാതമാണ് ഇന്നലെ സംഭവിച്ചത്. ഡ്രാഗൺ കുഞ്ഞായിരുന്നു, ഡ്രാഗൺ കുഞ്ഞങ്ങ് വലുതായി ആ പഴയ ഒരു ഇതിലേക്ക് വന്നു, എന്നിട്ടങ്ങ് തീ തുപ്പി നശിപ്പിച്ചാണ്. അതാണ് എന്തായാലും സംഭവം ബഹുലായിരുന്നു ഇന്നലത്തെ ആ ഒരു റിയാക്ഷൻ വീഡിയോ. നമ്മൾ ഇതിൻ്റെ റിയാക്ഷൻ ഇട്ടല്ലോ, ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടോ. ഞങ്ങൾ അത് കണ്ട് ഭയങ്കരമായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം എവിടെ നോക്കിയാലും ഇതിന്റെ പോസ്റ്റ് തന്നെ. ഇന്നലെ അശ്വന്ത് കോക്കാണ് കേരളം ഭരിച്ചത്. ഇന്നലെ കോക്ക് തൂക്കി. അതെ, ഇന്നലെ ട്രെൻഡിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ ദൃശ്യം 3 രണ്ടാമതായിരിക്കും. ഇന്നലെ കോക്കിന്റെ ദിവസമായിരുന്നു. ഫസ്റ്റ് കോക്ക്, അതിനുശേഷം ദൃശ്യം 3, ആ ലെവലാ. ഇന്നലെ ഫുൾ അതാ ചർച്ച. ശരിക്കും അതൊരു സിനിമയൊക്കെ പുറത്തിറക്കിയിട്ടുണ്ടല്ലോ, ഹൗസ്ഫുൾ ആയിരിക്കും ശരിക്ക്. അതായത് ഒരു 16 മിനിറ്റിന്റെ സിനിമ ശരിക്ക്. അതായത് ഇവര് ശരിക്കും അതിനെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവര് തന്നെ, അതായത് ഇവർക്ക് കാക്കക്ക് താൻ കുഞ്ഞ് പൊൻകുഞ്ഞ് എന്നുള്ളത് തന്നെയായിരിക്കും. നിങ്ങളെ സിനിമ എടുക്കുക, ഈ ഒരു വീഡിയോ എടുക്കുക, 17 മിനിറ്റ് രണ്ടും കൂടി ഒരുമിച്ച് കണ്ട് നോക്ക്. അല്ലേ, രണ്ടും കൂടി റിലീസ് ചെയ്താലുള്ള അവസ്ഥ ആലോചിച്ചു. അപ്പോഴും കോക്കിന്റെ പ്രശ്നം വരിക. കോക്ക് നശിപ്പിച്ചു. കോക്കിന്റെ കഴിവ് കൊണ്ട് അവന്റെ വീഡിയോ റീച്ച് ആയി, നമ്മളത് താന്നു. എങ്ങനെ നോക്കിയാലും കോക്കിനെട്ടാണ് അടി. അല്ലാത്ത കാര്യം. വേറെ വിറ്റുണ്ട് ഒരു മെസ്സേജ്. അതായത് അങ്കമട്ടഹാസൻ സിനിമയുടെ സോങ്, ട്രെയിലർ, അങ്ങനെയുള്ള കുറച്ച് ഗ്ലിംസ് വീഡിയോ ഒക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ഒരുത്ത മെസ്സേജ് അയച്ചിരിക്കുകയാണ്, കോക്ക് ടച്ചിങ് വീഡിയോ. അത് സത്യം കേട്ടോ. ഏതോ മനസ്സിലായോ? അതായത് ഹെഡ് ടച്ചിങ് അല്ല, കിഡ്നി ടച്ചിങ് അല്ല, കോക്ക് ടച്ചിങ്. അത് ശരിക്കും കോക്ക് ഇന്നലെ ശരിക്കും ഒന്ന് ടച്ച് ചെയ്തു. അതെ, രണ്ടർത്ഥത്തിൽ. അതിന്റെയാണ് അത്. കാരണം കുറെ വീഡിയോസിന്റെ അടിയിലുണ്ട് ഈ കമന്റ്, കോക്ക് ടച്ചിങ് വീഡിയോ. ഇന്നലെ ഇതുവരെ യൂസ് ചെയ്യുന്നുണ്ടേ. അതായത് ഈ ഒരു ഇപ്പോഴുള്ള ഈ ഒരു ട്രെൻഡ് ഇതുണ്ടല്ലോ, അത് അവര് മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതിന്റെ ഓഡിയോ റൈറ്റ്സ് 1, 2, 3 ആണ് തോന്നുന്നത്. അവര് സോങ് കിട്ടിട്ടുണ്ട് ഇന്നലെ. ഇതിന്റെ ട്രെയിലറും ടീസറും ഒരു മനുഷ്യൻ ഒരു കോക്ക് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ എനിക്ക് പറയാൻ പറ്റാത്ത അങ്ങനത്തെ സാധനത്തിനൊക്കെ ഇന്നലെ നല്ല റീച്ചാ. ഇത് എന്താന്ന് അറിയാൻ വേണ്ടിട്ട് നാട്ടുകാർ കയറി കണ്ടിട്ടുണ്ട്. ഇത് ഈ സിനിമയ്ക്ക് എന്താ, ഇതിന്റെ സിനിമയിൽ എന്താന്നുള്ളത് അറിയണല്ലോ, അതിന് വേണ്ടിയിട്ട്. അതെനിക്ക് തോന്നുന്നു നെഗറ്റീവ് പബ്ലിസിറ്റി ഒരു മനഃപൂർവ്വം വിളിച്ചു വരുത്തി ശേഷം OTT ഡീലിന് വേണ്ടിയുള്ള ഒരു പരിപാടി ആയിരിക്കാം. മേ ബി അങ്ങനെ ആയിരിക്കാം, അറിഞ്ഞൂടാ. എന്തൊക്കെയാണെങ്കിലും നമ്മളിത് ആസ്വദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും, എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ. ഓക്കെ, പിന്നെ അല്ല ഒരു ട്രോൾ വീഡിയോ PK ട്രോൾസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അതൊന്ന് കാണാം. എന്റർടൈൻമെന്റ് മുഖ്യം, അതാണ് നമ്മുടെ അജണ്ട. നമ്മൾ ആൾറെഡി ഇത് ഫുള്ള് കണ്ടതാണ്, പക്ഷെ ഇത് ട്രോളായിട്ട് വരുമ്പോൾ അതിന് വേറെ രസമുണ്ട്. ട്രോളിൽ വരുമ്പോൾ അതൊരു വൈബാണ്. പിന്നെന്താ സത്യം. കുറേ നാളുകളായിട്ട് കുറെ പട്ടികളെ ആ പട്ടികളോടാൻ പറയുന്നത് നമ്മളെയാണല്ലോ മച്ചമ്പി. എന്താടാ ഞാൻ കാശ് വാങ്ങിച്ചിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്. കുറെ നാളായി ഇത് തുടങ്ങി. ഇന്നെനിക്ക് രണ്ടിലൊന്നും അറിയാം. വാട്ട് ദ ഫക്ക്, ഞാൻ കാശ് വാങ്ങിച്ചിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്. ഇതിന്റെ ബേസിക് അടിസ്ഥാനം എന്താ ഉറക്കം വരുന്നു. എങ്ങനെയാണ് കാശ് വാങ്ങിക്കുക? നീയും നിന്റെ തന്തമാരെല്ലാരും കൂടെ ഒരു ചാക്കിൽ കിട്ടിയിട്ട് എനിക്ക് കാശ് എന്റെ ഫ്ലാറ്റിന്റെ ഫ്രണ്ടിൽ അടുത്ത് കൊടുക്കണോ? ഞാൻ ആ കാശ് എടുത്തിട്ട് ഞാൻ തീരുമാനിക്കണം ഈ സിനിമയ്ക്ക് പോസിറ്റീവ് പറയണോ നെഗറ്റീവ് പറയണോ. ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഞാൻ നോർമലി ഇതിനൊന്നും പ്രതികരിക്കുന്ന ആളല്ല. നെഞ്ചത്തേക്ക് നെഞ്ചത്തേക്ക് വന്ന അതും വാങ്ങി വീട്ടിൽ പോയി കഞ്ഞിയും കുടിച്ചുറങ്ങണത് ശീലമില്ലാത്തൊരു കാര്യം. പറഞ്ഞു വരുന്നത് അട്ടഹാസം, അന്തം അട്ടഹാസം, അന്തന്നല്ല എന്തോ തേങ്ങ. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറക്കിയോ? നായകൻ അതെ, ഈ കഥയിലെ നായകൻ. ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പറയാണ്, പ്രസ് മീറ്റ് വിളിച്ചിട്ട് പറയാണ്, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു.
എങ്ങനെയുണ്ട്? പറഞ്ഞു പറഞ്ഞുണ്ടോ? ഏത്? ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഓൺ റെക്കോർഡ് ഞാൻ പറയുന്നു, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെടുന്ന തെളിവ് നിന്റെ അടുത്തുണ്ടോ? കണ്ടടാ നീ, എനിക്ക് നിന്നോടാണ് സംസാരിക്കാനുള്ളത്. ഞാൻ ആവശ്യപ്പെട്ടു നീ പറയുന്നല്ലോ, ഇതൊന്നും ഇല്ലാത്തല്ല ഉള്ളത് തന്നെ. എടാ ഒരു പറയുമ്പോ ഒരു മിനിമം മര്യാദ വേണം. എന്നെ നാണം കെടുത്ത് 1 ലക്ഷം ഉലുവേ പടത്തിന് എല്ലാ ജനങ്ങൾക്ക് കൊടുത്താൽ പോലും ഒരു പടം കാണൂല. അത്രയും തീട്ടപ്പടം. എക്സ്ക്യൂസ് മീ, സംസാരിക്കാം. ഞാനിനി മര്യാദ പഠിച്ച് പാകായിട്ട് വേണം സാറിനോടൊന്ന് സംസാരിക്കാൻ. ഓൺ റെക്കോർഡും പറയാം. അവസ്ഥ എനിക്കറിയാം, ഉണ്ണിക്കറിയാം, ഇത് കണ്ട തിരുവനന്തപുരം അറിയാം. ഷാജി കാര്യം പറയുന്നത് കണകൂടെ വർത്താനം പറയുന്നോട്ടോ. ഇപ്പൊ ഞാൻ പറയണേനാണ് ഈ കള്ളപ്പോ. ഈ പ്രൊഡ്യൂസർ താടിക്കാരൻ അപരാധി പറയാണ്, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അതിന് പോയോ? നിന്നോട് കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കും. നീ ഉണ്ടാക്കും കുറെ. എന്റെ നാരിയ വായ തുറപ്പിച്ച നീ തന്നെ. ഇനി നിന്നെ പട്ടികളെ ഞാൻ പറയുന്നേ. എടാ താടി വെച്ച അന്താട്ടാസിന്റെ പ്രൊഡ്യൂസറെ, എടാ മാധവ് സുരേഷ് ഗോപിന്റെ മോനെ, എടാ പോസ്റ്റ് ഗ്രാജുവേഷനും എംഫിലും കഴിഞ്ഞ ആ ജോലി വേണ്ടെന്ന് വെച്ചാൽ ഈ പഠിച്ചു വന്നതേ. നിന്നെപ്പോൾ ഊലാമ്പികൾക്ക് ചെലക്കാനല്ല മോനെ. നിന്നോടും പറയാണ്, എടാ നിന്റെ തന്ത ആരായ? നിന്റെ തന്തയുടെ തന്ത ഏത് കൊമ്പനായ? നീ ഇന്ന് ന്യൂസ് എങ്കിലും പറഞ്ഞില്ല ഞാൻ 1 ലക്ഷം പോയി വാങ്ങിയെന്ന്. ഇവിടെ തെളിവ് വെച്ച് പറയണ. വേണ്ടെന്ന് വെച്ചപ്പോ എനിക്ക് ആശാന്റെ തലയിൽ കയറി വണ്ടി വിട്ട് തരണം. നിനക്ക് ഗൂഗിൾ പേ വഴിയല്ല, UPI വഴിയല്ല, പിന്നെ നിന്റെ അച്ഛൻ ചാക്ക് കെട്ടിയിട്ട് എനിക്ക് 1 ലക്ഷം രൂപ കൊണ്ടു നടാം. നായ നിന്നെ ഞാൻ പൊക്കിയിരിക്കും കേട്ടോ. എന്തായാലും നീ എന്നെ ഇങ്ങാട്ട് വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് നിന്റെ കച്ചവടം പൊട്ടി താക്കോലുമായിട്ടേ ഞാൻ പോണോ. എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? നീ എത്ര കോടീശ്വരനായി കഴിഞ്ഞാൽ നീ ഏത് മറ്റേ കുമ്പത്തിൽ നീ 4.5 കോടി നിനക്ക് നാണമില്ലടാ. 4 കോടി ഈ മറ്റേ 4 കോടി നിനക്ക് നാണമില്ലടാ. 4 കോടി ഈ മറ്റേ ഇയാൾക്ക് ഭ്രാന്താണെന്നുള്ള ഇതിലും വലിയ തെളിവ് ഇനി എന്താണ് വേണ്ടത്? ഈ ഭ്രാന്തി ഞാൻ മാറ്റിത്തരാം. മാധവേ, നീ പറഞ്ഞു 1 ലക്ഷം രൂപ വാങ്ങിച്ചത്. എടാ നിനക്ക് പബ്ലിക്കായിട്ട് ഇറക്കി നടക്കാനുള്ള യോഗ്യതയില്ല. നീ കഴിവ് കെട്ടവനാ. നിന്നെ ഈ ലോകത്ത് ആരും അറിയാൻ പോകുന്നില്ല. ഇതാടാ 1 ലക്ഷം റുപ്യ, മനസ്സിലായോ? ബാങ്കിൽ ജോലിക്ക് പോകാൻ ഇംഗ്ലീഷായിട്ട് വന്നേക്കണം. എന്ന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്. അതുകൊണ്ട് എടാ കഴിവില്ലെങ്കിൽ പോയി സ്വയം കുനിഞ്ഞിരുന്നു മുമ്പ്. മാധവൻ എന്റെ അടുത്താൻ പറയുന്നത് സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പരിചാരിക. കൈയക്ഷരം മോശമായതിന് പേരെ കുറ്റം പറയുക. മരം വെട്ടറിയാത്തതിന് കോടാലി വിളിക്കുക. നിന്നെ കൊണ്ട് അതിനെ കൊള്ളാവൂ കേട്ടോ. ഇല്ലെങ്കിൽ എന്റെ അടുത്ത് കുതിരങ്ങി വരാം. അവന്റെ അമ്മേരെ തള്ള കലിപ്പ് തീരണില്ലല്ലേ. നാണം ഉണ്ടെങ്കിൽ നീ കിട്ടിയത് ഞാൻ പൈസ വാങ്ങിച്ചത്. പൈസ വാങ്ങിച്ചത് ഞാനിപ്പോ ലക്ഷം പറഞ്ഞ വില മെമ്പറൊക്കെയാണ്. എല്ലാരും കൂടെ പറഞ്ഞപ്പോ ഞാൻ ചിരിച്ചു കൊടുത്തത്. പോലീസൊക്കെ മണ്ടന്മാരാ. ഞാൻ താമസമായി ഓമം നടത്തണം എന്നെ പിടിച്ച് ചെല്ലിട്ടുണ്ടാവൂലേ. അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട ഇയാൾക്ക്. കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി അതും ഇല്ലാതായി. ഞാൻ പൈസ വാങ്ങിയതിന് എന്തെങ്കിലും കണക്ക്
കാണിച്ചെന്നാൽ ഈ പണിയാൻ നിർത്തും. ഈ റിവ്യൂടല് ഈ സോഷ്യൽ മീഡിയ നിർത്തിയിട്ട് ഞാൻ VD സതീശൻ പണ്ട് പറഞ്ഞ പോലെ വനവാസത്തിന് പോകും ഞാൻ. അറിയാലോ നിനക്ക്. ജനിപ്പിച്ച തന്തേ ആന്റണിക്ക് ഒന്നേ ഉള്ളൂ. പിന്നെ കുറച്ചാൾക്കൊരു വിചാരമുണ്ട് കോഴിക്കോട് വന്നിട്ട് എന്താ പറയുക കൈകാര്യം ചെയ്യാം, അടിച്ചിട്ട് പോവാം. പോവാൻ പറഞ്ഞ അതല്ല ഭാഷ. അവർക്കെന്താ ചാവ് കാണും. പുലകുളിയാണ് അഹങ്കാരം. എന്താ പറയുക കൈകാര്യം ചെയ്യാം, അടിച്ചിട്ട് പോവാം എന്നൊക്കെ. അത് എനിക്ക് ലാലേട്ടൻ പറഞ്ഞേ പറയാനുള്ളൂ. എന്റെ ലാലേട്ടൻ പറഞ്ഞേ കൊടൂര മാസ് കീട്ടിലെ സാധനം വൈബ് എന്റർടൈൻമെന്റ്. അതെ, ഇതില് അതായത് ഈ ഒരു ട്രോളിലില്ല, ആ റിയാക്ഷനിൽ 17 മിനിറ്റിൻ്റെ വീഡിയോയിൽ നമ്മുടെ കോക്ക് പറയുന്നുണ്ട്, എടോ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അവർക്കൊക്കെ സ്ട്രഗിളുള്ള ലൈഫാണ്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനത്തെ സാധനങ്ങൾ വിജയിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഒരു സ്ട്രെസ് റിലീഫ് അല്ലത് ഇത്. എടാ ഇപ്പൊ തന്നെ നമ്മൾ എന്തോരം ചിരിച്ചു കണ്ടതാ പറയുന്നത്. അതാ ഈ വീഡിയോ നമ്മൾ കണ്ടതാണ്. അതായത് ഈ ട്രോളിന്റെ അല്ല, കോക്കിന്റെ വീഡിയോ നമ്മൾ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്നിട്ട് പോലും ഇതിനകത്തേക്ക് വന്നിട്ട് നമ്മൾ ചിരിക്കുന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് വാല്യൂ ഭയങ്കരം. ശരിക്കും സത്യമായിട്ടും ഇന്നലെ തൂക്കിയത് തന്നെയാണ്. ഇന്നും അത് തുടരുന്നുണ്ട് കേട്ടോ. തൂക്കൽ ഇന്നലെ തീർന്നിട്ടൊന്നുമില്ല, ഇന്നും ഉണ്ട്. എന്താണെങ്കിലും ഇനിയും കാണാത്തവര് റിയാക്ഷൻ നമ്മൾ സംസാരിക്കുന്നതുകൊണ്ട് ഗ്യാപ്പ് മിസ്സാകുന്നവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് PK കയറിക്കോളുക, കണ്ടോളുക. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.